പൊതുരംഗം എന്ന് പറയുന്നത് ടീച്ചർ ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആ പൊതുരംഗത്തേക്ക് തിരിച്ചു വരായികയൊന്നുമില്ല. ഇല്ല ഇല്ല, ഞാനിപ്പോഴും പറയുന്നത് അധികാരത്തെക്കാളേറെ കൗൺസിലറായിട്ടൊന്നും അല്ല ആവണമെന്നില്ല രഞ്ജിത്തെ. എനിക്ക് അത് ഭയങ്കര ടൈറ്റായിട്ടൊരു ഷെഡ്യൂളിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു എനർജി ഒന്നും ഇനി ഉണ്ടായിന്ന് വരില്ല. മാത്രമല്ല എനിക്ക് ഈ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഭക്ഷണം ഞാൻ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള അസുഖവും പിടിപെടുമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുക്കിംഗ് എന്നത് ഞാൻ തന്നെ ചെയ്ത് എനിക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും വല്ലപ്പോഴും വല്ല മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇനി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ആ ലിറ്ററേച്ചർ അവാർഡ് ദാന ചടങ്ങിൽ സാറാ ജോസഫ് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മേയറെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്, ഇങ്ങനെ സാഹിത്യവും സാംസ്കാരികമായിട്ടൊക്കെ പറയുന്നൊരു മേയറെക്കുറിച്ച്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ളൊരു എന്തായാലും തിരിച്ചറിയുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ പറയാൻ പറ്റും? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്, സ്വത്വബോധം, തന്നെയും കവിഞ്ഞ് വിഷമിക്കുന്നവരടുത്തേക്ക് എത്തുന്ന ഒരു സ്വത്വബോധം എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അപരത്വത്തെ തിരിച്ചറിയണം. അപരത്വമല്ലത് ശരിക്കും, ഇറ്റ് വാസ് ദെയർ ഇൻസൈഡ് മീ. എനിക്കത് കണ്ടെത്താനായിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ഇതെൻ്റെ പ്രകൃതമാണ്. എൻ്റെ അച്ഛനൊക്കെ ഇതുപോലെ ചെയ്ത് കണ്ടതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടും അങ്ങ് ഇറങ്ങുകയാണ് നമ്മൾ.